സമൂഹത്തിൽ നമുക്ക് വേണ്ടത് തലയിൽ തട്ടത്തിനേക്കാട്ടിലും അപ്പുറം സമാധാനമാണ്. ആ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ തട്ടം ഞാൻ ഉപേക്ഷിച്ചത്. പക്ഷേ ഈ തട്ടം ഇടാനും ഇട്ട് കാണാനും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്താ പറഞ്ഞോ? ഹായ് ഹലോ, കണ്ടാനിറങ്ങുവിൻ ആണ്. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഇന്ന് വെറൈറ്റിയാണ്, കോഴിക്കോടല്ല, കുറ്റിയടിക്കാണ്. അത് ഞാൻ ഫോൺ മേടിച്ച സമയത്ത് അരുണൊരു ഹെഡ്സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ യാതൊരു അഡ്രസ്സും ഇല്ല. മൈജിന്ന് ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ട് കേട്ടോ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ തന്നെ ഇപ്പം ആപ്പിളിൻ്റെ ഇയർബഡ് മേടിച്ചിട്ട് എനിക്ക് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ആരും സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല. അല്ല, അവർക്ക് കേൾക്കാൻ പറ്റില്ല, എനിക്ക് കേൾക്കാൻ പറ്റും. അങ്ങനത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് മൈജിന്ന് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ബ്രാൻഡഡ് അല്ലാത്തതാണെങ്കിലും അല്ലെങ്കിലും മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എന്നിട്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്തുവാണ് അവസ്ഥ എന്ന്. എനിക്കൊരു സ്റ്റാൻഡും മേടിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. എന്നും കോഴിക്കോടേക്ക്, ഇനി ഇങ്ങോട്ട്. ബസ് സീറ്റ് ഉണ്ടോയെന്നറിയില്ല. പുതിയ ബാഗൊക്കെ എടുത്തു കേട്ടോ, സെയിം കളർ. അതുകൊണ്ട് ഈ കോസ്റ്റ്യൂം ഇട്ട് നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂം മാത്രമേ ഉള്ളൂ. അല്ല, ഈ ബാഗിനൊരു മാച്ചായിട്ട് ഞാൻ വേറെ ഉണ്ട്. എനിക്ക് കംഫർട്ടായിട്ടുള്ളത് എനിക്കിത് തോന്നി, അപ്പോൾ ഇതിട്ടു. താങ്ക്സ് ഓൾ. അയ്യോ, മോതിരിടാൻ മറന്ന് ഒന്ന് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എന്നാൽ ബാക്കിയൊക്കെ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് എങ്ങനെയാ അപ്പം എന്തോ ഇങ്ങനെയോ എന്നോ ഒക്കെ പറയാം. കുറ്റിയാടിക്ക് ഞാൻ അങ്ങനെ പോവലില്ല. അരുണ് ബസ്സിലുണ്ടെങ്കിൽ അരുണിൻ്റെ കൂടെ എന്തിനെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ പരിചയമല്ല. പിന്നെ അരുണുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അവൻ എൻ്റെ കൂടെ ഇല്ലെങ്കിലും 24 hours കൂടെ ഉള്ളത് പോലെ തന്നെ മൊബൈലില്ലേ, എവിടെ നിർത്തി തരണം എന്നുള്ളതൊക്കെ ബസ്സുകാരനോട് അവനങ്ങ് വിളിച്ച് പറഞ്ഞോളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഏത് ബസ് കയറിയാലും അവൻ അറിയാമല്ലോ, അതുകൊണ്ടും പ്രശ്നമില്ല. സ്വർഗത്തിൽ പോകണം. ഇപ്പം കാണാനൊരു മൊഞ്ചൊക്കെ ഇല്ലേ, പക്ഷെ എന്താക്കാനാ, ഇട്ടുകൊണ്ട് നടക്കാൻ നാട്ടുകാർ സമ്മതിക്കണ്ടേ? ഈ കാലവലാതികളായിട്ടുള്ള യൂട്യൂബർമാർ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അല്ല, എന്ത് ഭംഗിയല്ലേ, എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ. പക്ഷേ സമൂഹത്തിൽ നമുക്ക് വേണ്ടത് തലയിൽ തട്ടത്തിനേക്കാട്ടിലും അപ്പുറം സമാധാനമാണ്. ആ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ തട്ടം ഞാൻ ഉപേക്ഷിച്ചത്. പക്ഷേ ഈ തട്ടം ഇടാനും ഇട്ട് കാണാനും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതിനെനിക്ക് സമൂഹം അനുമതി തരുന്നില്ല. അവരാണ് സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത്. അവരുടെ കയ്യിലാണ് സ്വർഗത്തിലേക്കുള്ള പാസ് ഉള്ളത്. അപ്പം നമ്മൾ അവരെ ഭയക്ക് തന്നെ വേണമല്ലോ, അല്ലേ? അതുകൊണ്ടാണ് എന്നോട് എത്രയോ ആൾക്കാർ പറയാറുണ്ട്, എന്നെ കാണുമ്പോൾ തട്ടമിടുമ്പോഴാണ് കാണാൻ ഭംഗി കൂടുതലെന്ന്. ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, കുട്ടിക്കാലം തൊട്ടേ ശീലിച്ചു പോയൊരു സംഭവം നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം, അത് ഈ പറഞ്ഞ ഈ ചേലിക്കാനെന്ന് പറയാൻ വന്ന തന്നെയാണ്. അതന്നെ അങ്ങ് പറഞ്ഞേക്കാം. അങ്ങനെ വരുന്ന ഈ വലിയമാർക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ നോക്കി, ഏതെങ്കിലും ഉന്നതിയിൽ നിൽക്കുന്ന ഉസ്താദുമാരൊരിക്കലും എന്നെ കുറ്റം പറയാൻ വന്നിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അവർക്കറിയാം ഞാനും പടച്ചോനും തമ്മിലുള്ളത് അങ്ങ് തീർത്തോളും. അവർ നടുക്ക് ഒരു ആളായിട്ട് വേണ്ട, അവർ ഇത് കരാറും കൊട്ടേഷനും ഏറ്റെടുക്കണ്ട എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ഓക്കെ. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്താറായി. ബാക്കി പിന്നെ പറഞ്ഞുതരാം കേട്ടോ. സ്റ്റിക്ക് മേടിക്കാൻ പോയാൽ ഞാൻ ഗ്ലാസ് മേടിക്കാൻ കയറിയതാട്ടോ. അവിടെ സ്റ്റിക്ക് സ്റ്റോക്കില്ല, അതുകൊണ്ട് ഗ്ലാസ് എടുത്തു.
അരുണ് ചായ കുടിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്ലാസ്സിലാട്ടോ. അപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ പെയറായിട്ട് വീട്ടിലൊറ്റൊന്നുമില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവന് വേണ്ടിയിട്ടൊരു ഗ്ലാസ് മേടിക്കാമെന്ന് കരുതി ആ ഒരു ഗ്ലാസ് ആട്ടോ ഈ ഒരു ഗ്ലാസ്. എനിക്കതിൻ്റെ ഷേപ്പ് കണ്ടപ്പം വളരെ ഇഷ്ടമായപ്പോൾ ഞാൻ അതെടുത്തു. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് ആ ഒരു മോഡൽ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് അതെടുത്തതാട്ടോ. കുറ്റ്യാടി മൈജിയിലേക്ക് പോയ ഞാൻ താമരശ്ശേരി മൈജിയിലെത്തിയ ഒരു കഥ, ബസ് പോയ ഞാൻ കാറിലെത്തിയ വേറൊരു കഥ, അങ്ങനെ കഥകൾ പറയാൻ ഒരുപാടുണ്ട്. ആ കഥയിലേക്ക് നോക്കണ്ട ചേട്ടന്മാരെ, ഞാൻ തന്നെ ആ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫോർമാലിറ്റി ഉണ്ടല്ലോ. കാറിൽ കയറുക, ബാഗൊന്ന് വേക്കോട്ട് വെക്കുക, ഫോണൊന്ന് സൈഡിലേക്ക് വെക്കുക, എന്നിട്ട് കാല് രണ്ടാമത്തെ എടുത്ത് വെക്കുക, ഡോർ അടിക്കുക, സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിലേ നമ്മളോ RTO കൊണ്ട് പള്ളി വിളിപ്പിക്കാൻ മോളെ. അപ്പോൾ ഈ ഡ്രൈവർ വണ്ടി എടുക്കൂ. എൻ്റെ ഡ്രൈവറെ ഞാൻ കാണിച്ചു തരൂല, കാരണം ഡ്രൈവറെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ലേഡിയാണ്. ഒരു ഹലോ പറഞ്ഞേ. ഹായ് കേട്ടല്ലോ. അപ്പം കുറ്റ്യാടി മൈജിയിലേക്ക് പോയ ഞാൻ എങ്ങനെ താമരശ്ശേരി മൈജിയിലെത്തി എന്നുള്ളതും ബസ് കയറിയ ഞാൻ എങ്ങനെ കാറിലെത്തി എന്നുള്ളതുമായിട്ടുള്ള സകല വിവരങ്ങളുമായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ നോക്കി പറഞ്ഞിരുന്നോടാ. എന്താ വെച്ചാല്, ഞാൻ ബസ് കയറിയ സമയത്ത് എൻ്റെ മുമ്പിൽ വന്ന് കുമ്പിടി ചാടി. കുമ്പിടി എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരി കുമ്പിടി ചാടി. അപ്പോൾ കുമ്പിടിക്ക് ഒരേ ഒരു നിർബന്ധം, എൻ്റെ കൂടെ പോരണം. കുമ്പിടി ഇന്നലെ വീട്ടിലോട്ട് വരാൻ വിചാരിച്ച് നിൽക്കുന്ന ആളായിരുന്നു. അപ്പം അത് നാളത്തേക്കാക്കി മാറ്റി വെച്ചതായി. അപ്പം ഞാൻ കുമ്പിടിനോട് പറഞ്ഞു, ഞാൻ താമരശ്ശേരിക്ക് പോരാ, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ തിരിച്ച് കൊയിലാണ്ടിക്ക് പോരണം എന്ന് പറഞ്ഞു. അപ്പോൾ കുമ്പിടി കോടതിൻ്റെ അടുത്ത് ഇത് വെച്ചതായിരുന്നു, ഇത് കാറ് വെച്ചതായിരുന്നു. നമ്മുടെ കുമ്പിടി ഒരു അഡ്വക്കേറ്റ് ആണേ. അങ്ങനെ ഞാൻ ഉള്ളിയിലേക്ക് ടിക്കറ്റ് എടുത്ത ഞാൻ പിന്നീട് താമരശ്ശേരിക്ക് ടിക്കറ്റ് എടുത്ത് അവിടുന്ന് താമരശ്ശേരി മൈജി കയറി നോക്കി. പക്ഷെ സാധനം അവിടെ ഇല്ല. അവിടുന്ന് ഒരു ഗ്ലാസ് മാത്രം എടുത്തു. അത് കഴിഞ്ഞിട്ട് കുമ്പിടിയും ഞാനും കൂടി തിരിച്ച് കൊയിലാണ്ടിക്ക് പോവുകയാണ്. അപ്പോഴാണ് അത് കാറിലാണ് പോകുന്നത്, കുമ്പിടിയുടെ കാറിലാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് പോയ സാധനം അവിടെ മൈജിയിലില്ലായിരുന്നു. അതൊന്ന് ഇവിടെ നോക്കാം. എവിടെയെന്നറിയോ? ബാലുശ്ശേരി മൈജിയിൽ നോക്കാം. ബാലുശ്ശേരി മൈജിയിൽ ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഷോപ്പ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നോക്കാം. അങ്ങനെയാണ്. നല്ല രസമുണ്ട് ലേഡി. മഞ്ഞുണ്ട്, കോട ഉണ്ട് തോന്നുന്നു വയനാട്ടിൽ. അതൊക്കെ നോക്കിയേ. താമരശ്ശേരി നോക്കിയാൽ വയനാട് ആ മല കാണും കേട്ടോ. നമ്മുടെ 9ാം വളവ് പോലെ, 9ാം വളവൊന്നും കാണൂല കേട്ടോ, പക്ഷെ മല കാണും, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് കുറ്റ്യാടിക്ക് പോയ ഞാൻ താമരശ്ശേരി എത്തിപ്പെട്ട കഥ, കുമ്പിടീനെ കണ്ടുമുട്ടിയ കഥ. അപ്പോൾ കുമ്പിടി അഡ്വക്കേറ്റ് ആണ് എന്ന് പറയുന്നത് ചിലർക്കുള്ള വാണിങ്ങും കൂടിയാണ്. അതെന്തുവാണ് എന്നുള്ളതും വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ബാക്കി വിശദ വിവരങ്ങളൊക്കെ പ്രിയെ ഞാനങ്ങ് തരുന്നുണ്ട് കേട്ടോ. 1 2 2 3 എന്നൊക്കെ പറയൂലേ, അങ്ങനെയല്ലേ? 2 കേസ് 3 കേസൊക്കെ ഒത്തുക്കൂലേ? ശരിയല്ലേ കുമ്പിടി? അപ്പൊ കുമ്പിടി പറയുന്നത് അങ്ങനെയൊക്കെയാണ്. ഏതായാലും നമുക്ക് കാണാൻ സ്വന്തമായിട്ട് വക്കീലുണ്ട്, അതും 5 പൈസ ഫീസ് കൊടുക്കാൻ പറ്റും, വേണ്ടാത്ത വക്കീല്. അതാണ് ഏറ്റവും വലിയ രസം. അപ്പൊ അങ്ങനെയാണ്. ഇനിയിപ്പം ബാലുശ്ശേരി മൈജിയിലൊന്ന് നോക്കിയിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. അപ്പം ചിലർക്കുള്ള സമ്മാനങ്ങൾ വെയിറ്റ് ആൻഡ് സീ. നെക്സ്റ്റ് വീക്ക് അങ്ങ് എത്തിക്കോളും. ഓക്കെ, ടാ. ഒരു സ്റ്റിക്ക് അന്വേഷിച്ച് പോയ ഞാൻ സ്റ്റിക്ക് കിട്ടാതെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ. എവിടെ ഇല്ലടേ, എല്ലായിടത്തും സ്റ്റോക്ക് തീർന്നെന്നാ പറയുന്നത്. മൈജിയിൽ 2 ചോദിച്ചു നോക്കി, വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ചോദിച്ചു നോക്കി, അവിടെയും തീർന്നെന്നാ പറഞ്ഞത്. ഇതിന് മാത്രം എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ യൂട്യൂബാണെന്ന് തോന്നുന്നു. അതോ പോണം ഓള വണ്ടിയിൽ നിന്ന് എന്തൊക്കെ ഉലകിയിട്ട്.
അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് എനിക്കറിയില്ല. ഇനി നാളെ കോഴിക്കോട് പോയി നോക്കണം മല്ലയ്യ, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അല്ലേ ചാർജർ ഇങ്ങോട്ട് കയറുന്നുണ്ടോ? എങ്ങോട്ട് കയറുന്നുണ്ടോ? വണ്ടി ചാർജ് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറും. ഇത് താഴെ എത്തുമ്പോ വണ്ടി നോക്കാൻ ഇപ്പൊ 77 അല്ലേ, 78 ആവും. അങ്ങനെ അത് ഇലക്ട്രിക് ആണ് വണ്ടി ഉള്ളത്. അതിനെ പറ്റി പറഞ്ഞത് നമുക്ക് അതറിയില്ല. നമ്മള് പെട്രോൾ അടിച്ച് പെട്രോൾ അടിച്ച് പോകുന്ന നമ്മളോട് ഈ ഇലക്ട്രിക് വാഹനത്തിനെ പറ്റി പറഞ്ഞാല് എനിക്കെന്ത് മനസ്സിലാവാനാ? പോരാത്തതിന് ഓട്ടോമാറ്റിക് ആണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി എന്നല്ലാതെ ലോങ് ഡ്രൈവ് ഒന്നും ഞാനിട്ട് ചെയ്തിട്ടുമില്ല. നമുക്ക് മറ്റേ ശ്രീലക്ഷ്മി ബസ് ഒരിക്കൽ ശ്രീലക്ഷ്മിയിലെ ഡ്രൈവറുടെ വീഡിയോ എടുത്ത സമയത്ത് പലരും കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട് ഗിയറിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ. അതേപോലെ നമുക്ക് ഗിയറിനോട് 2 വിരോധം കാണിച്ച് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. ഈ ലെഫ്റ്റ് ഹാൻഡ് തന്നെ ഫുൾ ടൈം ഗിയറിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന പോലെ അത് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും വണ്ടി സൂപ്പർ ആട്ടോ, നല്ല കംഫർട്ടാണ് പോകാൻ വേണ്ടിയിട്ട്. ഏതാടാ വണ്ടി വരുന്നത്? ടിയാഗോ EV. അപ്പോൾ അതാണ്, എനിക്ക് അറിയാത്ത കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ സെൽഫി സ്റ്റിക്ക് കിട്ടാതെ മൂഞ്ചിൽ പോയിട്ട് വരികയാണ്. നമ്മുടെ അരുണേട്ടനൊരു ഗ്ലാസ് കിട്ടി. ഗ്ലാസ് കണ്ട അരുണേട്ടൻ്റെ കണ്ണ് തള്ളിപ്പോവും. അരുണേട്ടൻ്റെ രൂപവും ഭാവവും തന്നെയാണ് ഗ്ലാസ്സിന്. സത്യം, ഇടയ്ക്കടി ഇതൊക്കെ അരുണ് കാണും വീഡിയോ. ഞാൻ ആ ഒരു ഗ്ലാസിന്റെ ഒരു ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി, അങ്ങനെ എടുത്തതാണ്. അവന് വലിയ ഗ്ലാസ്സിൽ ചായ കുടിക്കണം, അത് മുമ്പേ ഉള്ള ശീലാണ്. ചെറുത് കൊടുത്താൽ ആശാന്റെ കണ്ണ് തെളിയൂല. വലിയ ഗ്ലാസ് ചായ വേണം, ചൂടുണ്ടാവരുത് ചായക്ക്, നല്ല മധുരം വേണം. ഈ 3 കണ്ടീഷൻ അവന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലാത്ത പക്ഷം അവൻ കുടിക്കൂല. പിന്നെ പുറത്തിറങ്ങിയാൽ അവൻ ചായ ഇട്ട് കുടിക്കില്ല, അവന് ചാപ്പി തന്നെ വേണം, കാപ്പി അല്ലാതെ കുടിക്കുകയില്ല. പിന്നെ ചായയും കുടിക്കൂട്ടോ ചില സ്ഥലത്ത് ചില മൂഡിൽ, അത്ര തന്നെ. അപ്പം അങ്ങനെയാണ്. ഇത് ഇലക്ട്രിക് ഷോപ്പല്ലേ, അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മിസ്കിയൊക്കെ ഉള്ളു. മിസ്കി ഒന്നും നമുക്ക് വേണ്ടല്ലോ, നമുക്ക് മൊബൈൽ ഷോപ്പ് കിട്ടണമല്ലോ. അപ്പം അങ്ങനെയാണ്. നന്ദലത്ത് ഇവിടെ ഇല്ലല്ലോ, കോഴിക്കോട് പോണ്ടേ, നാളെ പോണം. അപ്പം അങ്ങനെയാണ്. അപ്പം പിന്നെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ പിന്നെ വീട്ടിലെത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ തന്നെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് നസിലി. ടാറ്റാ.